KCL സീസൺ 2 അതിൻ്റെ അവസാന അംഗത്തിലേക്ക് കടക്കുകയാണ്. കേരളത്തിലെ ക്രിക്കറ്റ് ആരാധകരെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ സന്തോഷത്തിൻ്റെ സമയത്തിലൂടെയാണ് കടന്നു പോകുന്നത്. കാരണം പുതിയ താരങ്ങൾ ഉദയം കൊണ്ട് നമ്മളിങ്ങനെ കണ്ടു നമ്മുടെ കൺമുന്നിൽ. മത്സരം കാണാനെത്തുന്നവരിൽ പല ആളുകളും നമ്മൾ അമ്പരിപ്പിക്കുന്ന ചില ആളുകൾ കൂടിയുണ്ട് കേട്ടോ. ഇപ്പോഴും നമ്മൾ ഫുട്ബോളിനെ കുറിച്ച് മാത്രം സംസാരിക്കുമ്പോഴാണ് സഖാവ് പന്ന്യൻ രവീന്ദ്രൻ സഖാവിനെ നമ്മൾ കാണുന്നത്. പക്ഷേ ക്രിക്കറ്റ് മൈതാനത്തേക്ക് അങ്ങേ കാണുകയാണ്. തുടക്കത്തിൽ വന്നിരുന്നല്ലേ? പിന്നെയോ, ഞാൻ വന്നിരുന്നു. ഞാൻ ചില കളികളൊക്കെ കണ്ടിരുന്നു. ഇതിൽ പ്രധാനപ്പെട്ട ഒന്ന് കോഴിക്കോടിൻ്റെ കളി കണ്ടിരുന്നു. അതുപോലെ എറണാകുളത്തിൻ്റെയും കൊല്ലത്തിൻ്റെയും കളി കണ്ടിരുന്നു. കളി പൊതുവെ കണ്ടപ്പോൾ നമ്മൾ ഒരുപാട് മുന്നോട്ട് പോയിട്ടുണ്ട്. ഇത് സീസൺ 2. ഒന്നാം സീസണും രണ്ടാം സീസണും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. കളിയുടെ സ്റ്റാൻഡേർഡ് തന്നെ മാറി. ഇപ്പം നമ്മൾ ഒരു പ്രധാനപ്പെട്ട കളികളുടെ കൂട്ടത്തിൽ വന്നു. എനിക്ക് തോന്നുന്നു രഞ്ജി ട്രോഫിയേക്കാളും വാശി ഇവിടെ പ്രാദേശികമായ മത്സരത്തിനുണ്ട് എന്നാണ് തോന്നുന്നത്. ഞാൻ രഞ്ജി ട്രോഫി പോയി ഇവിടുന്ന് വയനാട്ടിൽ നിന്ന് കണ്ടതാണ്. വിദർഭയുടെ കളിയാണ് കണ്ടത്, കേരളം. നമ്മളിവിടുന്ന് കളിക്കുന്ന കളി എന്തൊരു വാശിയാണ് രണ്ട് ടീമുകളും തമ്മിൽ. ആ വാശി നമ്മുടെ നാട്ടിലുള്ള ക്രിക്കറ്റ് ആവേശത്തിൻ്റെ ഒരു ഭാഗമാണ്. കാരണം ക്രിക്കറ്റ് ആവേശമില്ല ഈ വാശിയും ഒന്നും ഉണ്ടാവില്ലല്ലോ. ഒന്നാമത് നമ്മുടെ നാടാണെങ്കിൽ ക്രിക്കറ്റിൽ കേരളത്തിലല്ല ഇന്ത്യയിൽ ക്രിക്കറ്റ് വന്നതിൽ കണ്ണൂരാണ് ആദ്യം. പക്ഷേ കണ്ണൂരിൻ്റെ ടീമില്ല എന്നുള്ളൊരു മനോവേദന എൻ്റെ മനസ്സിലുണ്ട്. അതൊരു വേദന തന്നെയാണ്, കണ്ണൂരിൻ്റെ ടീമില്ല എന്ന്. പക്ഷേ വന്ന കളിക്കാർ അവരെങ്ങനെ പെർഫോം ചെയ്തെന്ന് നോക്കുമ്പോൾ നമുക്ക് ഇഷ്ടം പോലെ സെഞ്ചുറി അടിക്കാൻ. ഇത് ഹാഫ് സെഞ്ചുറി നമുക്ക് 7-8 മറ്റോ വന്നു. പിന്നെ 4 സെഞ്ചുറി വന്നു എന്ന് പറഞ്ഞാൽ സിക്സർ എന്ന് പറയുന്നത് വലിയ പ്രശ്നമല്ല എന്നുള്ള ഭാവത്തിലാണ് അടിക്കുന്നത്. നല്ല ഗ്രൗണ്ടും വളരെ പ്രധാനമാണ്. കളിക്കാർക്ക് പിന്നെ ഭയമില്ലാതെ കളിക്കുക എന്നുള്ളത് ഒരു പ്രധാനമാണ്. ഏത് കളിയും അതാണല്ലോ. കളിയിൽ നമ്മുടെ ഒരു സ്റ്റാൻഡേർഡ് നിലനിർത്താൻ വേണ്ടി നമ്മുടെ കളി സ്ഥിരമായി കളിക്കുക എന്നുള്ളതാണ്. അത് മിക്കവാറും എല്ലാ കളിക്കാരും ഞാൻ കണ്ടു. അതുകൊണ്ട് നമുക്ക് കേരള ക്രിക്കറ്റ്, ഇന്ത്യൻ ക്രിക്കറ്റിനൊരു വലിയ വാഗ്ദാനമാണ് ഈ മത്സരങ്ങളെന്ന് എനിക്ക് കണ്ടപ്പോൾ തോന്നിയത്. ഇപ്പോൾ ഫൈനലാണ്. ഫൈനലിൽ നമ്മൾ കഴിഞ്ഞ തവണ ഫൈനലിലെത്തിയാണ് കോഴിക്കോട് തോപ്പിച്ചത് മനോഹരമായ കളിയിലൂടെയാണ്. ആ കളിയിലൂടെയാണ് ഇപ്പോൾ ജയിച്ച് വരുന്നത് കൊല്ലവും കൊച്ചിയും കൂടിയിട്ട്. കൊച്ചി ഇത്തവണ തുടക്കത്തിന് എനിക്ക് തോന്നിയിരുന്നു കൊച്ചി നല്ല ടീമാവുന്നു. കാരണം ഒന്ന് സഞ്ജു എന്ന പേരുണ്ട്. സഞ്ജുവിൻ്റെ ബ്രദറാണ് അതിൻ്റെ ക്യാപ്റ്റനെങ്കിലും സഞ്ജു എന്ന പേരുണ്ട്. സഞ്ജു ഇപ്പോൾ ഇല്ല. പക്ഷെ സഞ്ജു ഇല്ലെങ്കിലും ടീം ഒരു സെറ്റായ ടീമാണ് അത്. അപ്പോൾ ഇന്നത്തെ കളി എന്ന് പറയുന്നത് നല്ല കളിയായിരിക്കും. ആ കളിയിൽ നമുക്ക് പ്രതീക്ഷ അർപ്പിക്കാമെന്നാണ് എനിക്ക് തോന്നുന്നത്.